ഹേ ഗായ്സ്, സോ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഹജിമെ നോ ഇപ്പോ എന്ന് പറയുന്ന ഒരു കിടിലൻ ബോക്സിംഗ് ആനിമി സീരീസ് ആണ്. ഈ ഒരു ആനിമി സീരീസിനെ പറ്റി പറയാനാണെങ്കിൽ നിങ്ങളൊരു സ്പോർട്സ് ലവർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബോക്സിംഗ് ലവർ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സീരീസ് തന്നെയാണ് ഇത്. പിന്നെ ഈ ഒരു സീരീസ് ഞാനായിരിക്കില്ല കണ്ടിന്യൂ ചെയ്യുന്നത്, എൻ്റെ ഒരു ഫ്രണ്ട് ആയിരിക്കും. കാരണം എനിക്ക് ഹണ്ടറും പിന്നെ ഹൈക്യൂം ലാസറസും ഒക്കെ ചെയ്യാനുള്ളത് കാരണം തന്നെ ഈ ഒരു ആനിമി ചെയ്യാൻ മിക്കവാറും ടൈം കിട്ടില്ല. അത് കാരണം തന്നെ എൻ്റെ ഫ്രണ്ട് ആയിരിക്കും ഈ ഒരു ആനിമി കണ്ടിന്യൂ ചെയ്തു പോകുക. സോ ഈ ഒരു വീഡിയോയ്ക്ക് നമ്മൾ ടാർഗറ്റ് ഒക്കെ വേറെ 150 ലൈക്കാണ്. 150 ലൈക്ക് എപ്പാവുന്ന അപ്പോൾ നമ്മൾ സെക്കൻഡ് എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ ഹജിമെ നോ ഇപ്പോ എന്ന് പറയുന്ന ആനിമി സീരീസിന്റെ ഒന്നാമത്തെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ് നമ്മൾ കാണുന്നത് ബോട്ടുകളും ഷിപ്പുകളും റെന്റിന് കൊടുക്കുന്ന ഒരു കമ്പനി നടത്തുന്ന ഒരു അമ്മയെയും മകനെയാണ് നമ്മൾ ആദ്യം തന്നെ കാണുന്നത്. ആ ഒരു മകനാണെങ്കിൽ അവന്റെ അമ്മയെ നന്നായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവന്റെ അമ്മക്ക് പോക്കാൻ കഴിയാത്ത സാധനങ്ങളൊക്കെ അവൻ പൊക്കി കൊടുത്തിട്ട് അവന്റെ അമ്മയെ അവൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് ലോഡാണെങ്കിൽ അവൻ ബോട്ടിലോട് എടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ബോട്ടാണെങ്കിൽ നൈസായിട്ട് ഒഴുക്കി വിടുന്നുണ്ട്. ശേഷം അവനാണെങ്കിൽ ആകെ ക്ഷീണിച്ച് നിൽക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ഇവന്റെ ഒരു ഡെയിലി റൂട്ടീൻ ആയിട്ട് വരുന്നത്. സോ ഇവനാണ് നമ്മളുടെ മെയിൻ ക്യാരക്ടർ. ഇവന്റെ പേരാണ് ഇപ്പോ മകനോച്ചി. നമുക്ക് ഇവനെ ഇപ്പോ എന്ന് വിളിക്കാം. ശേഷം കാണിക്കുന്നത് അവനവൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് ക്ലാസ് റൂമിൽ ഇരിക്കുന്ന സമയമാണ്. അപ്പോഴാണെങ്കിൽ അവൻ്റെ ക്ലാസ്മേറ്റ് ക്ലാസ്സിലുള്ള ആൾക്കാരോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ കയ്യിൽ 5 മൂവി ടിക്കറ്റ്സ് ഉണ്ട്, ആർക്കൊക്കെ എൻ്റെ ഇപ്പോൾ മൂവിക്ക് വരാൻ താല്പര്യമുണ്ട് അവർക്കൊക്കെ ഫ്രീ ആയിട്ട് എൻ്റെ വക ടിക്കറ്റ് ഉണ്ട്. അപ്പോഴാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന 4 ക്ലാസ്മേറ്റ് ഞാൻ നിങ്ങളുടെ ഒപ്പം മൂവിക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണെങ്കിൽ ഇനി ഒരു ടിക്കറ്റ് കൂടി ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി നമ്മളെ ഇപ്പോയോട് നീ ഞങ്ങളുടെ ഒപ്പം മൂവിക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്. ഇത് കേട്ട് അവനെ തന്നെ ഒന്ന് സർപ്രൈസ് ആവുന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ തന്നെയാണോ വിളിച്ചത്? എന്തായാലും കുഴപ്പമില്ല, ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് അവന് രാത്രി അവൻ്റെ അമ്മയുടെ ബിസിനസ് ഒക്കെ ഹെൽപ്പ് ചെയ്യാനുള്ള കാര്യം ഓർമ്മ വരുന്നത്. അത് കാരണം തന്നെ അവൻ പറയുന്നുണ്ട്, സോറി എനിക്ക് നിങ്ങളുടെ ഒപ്പം വരാൻ കഴിയില്ല, എൻ്റെ അമ്മ വീട്ടിലൊറ്റക്കാണ്, കൂടാതെ എനിക്ക് കുറച്ച് വർക്ക് ഉണ്ട്, അത് കാരണം തന്നെ ഞാനില്ല, നിങ്ങൾ പോയിക്കോളൂ. അത് കാരണം തന്നെ അവന്റെ ക്ലാസ്മേറ്റ്സ് അവിടുന്ന് പോകുന്നുണ്ട്. അങ്ങനെ അവനവിടെ സാഡായിട്ടിരിക്കുന്ന സമയത്താണ് അവരാണെങ്കിൽ വാതിലടച്ചതിന് ശേഷം ഇവനെ പറ്റി ഇവൻ നമ്മുടെ ഒപ്പം ഒരിക്കലും പുറത്തേക്കൊന്നും വരില്ല, നമ്മുടെ ഒപ്പം ഫുഡ് കഴിക്കാനോ ഔട്ടിങ്ങിനൊന്നും ഇവൻ തീരെ വരില്ല, അവനൊരു പൊട്ടനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിൽ നമ്മളെ ഇപ്പോഴും കേൾക്കുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ കുറച്ച് സാഡാവുന്നുണ്ട്. ശേഷം നമ്മുടെ ഇപ്പോഴാണെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലോട്ട് നടന്നു പോകുന്ന സമയത്ത് അവൻ തന്നെ ചിന്തിക്കുകയാണ്, ഇനി ഞാൻ ഫ്രണ്ട്സിനായിട്ടൊക്കെ കൂടുതൽ പുറത്തേക്കൊക്കെ പോകണം, എപ്പോഴും ഇങ്ങനെ വർക്ക് എടുത്തോണ്ടിരുന്ന എല്ലാതും ശരിയാവില്ല എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അങ്ങോട്ട് കുറച്ച് അവനേക്കാൾ നല്ല വയസ്സുള്ള 3 ആൾക്കാർ വരുന്നത്. സോ അവരെ കണ്ടപ്പോഴത്തേക്കും നമ്മളെ ഇപ്പൊ ആണെങ്കിൽ വഴി മാറി കൊടുക്കുന്നുണ്ട്. കാരണം അവൻ അത്രയ്ക്കും പാവമാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് അവർ പറയുന്നത്, എന്താണ് എവിടെ നിന്നാണ് ഒരു ചീത്തമണം വരുന്നത്? ചീത്തമണമോ അത് എവിടെ നിന്നാണ് എന്ന് ഇപ്പൊ പറയുന്നുണ്ട്. ഇത് കേട്ടതും അവരാണെങ്കിൽ ഇപ്പോയെ ചവിടി താഴത്തേക്ക് ഇടുന്നുണ്ട്. നിന്നെയാണ് മണക്കുന്നത്, എന്തുകൊണ്ടാണ് നിന്നെ ഇങ്ങനെ ചീത്തമണം മണക്കുന്നത്? അപ്പോ ഇപ്പൊ പറയുന്നുണ്ട്, എന്റെ അമ്മ ഒരു ഫിഷ് കമ്പനി നടത്തുന്നുണ്ട്, അപ്പൊ ഞാൻ എന്റെ അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് എന്റെ അമ്മയുടെ ഒപ്പം വർക്ക് ചെയ്യും, അത് കാരണമാണ് എനിക്ക് ഇങ്ങനെ ഒരു ഫിഷിന്റെ മണം ഉള്ളത്. ഫിഷ് കമ്പനിയിൽ ജോലി ചെയ്യുന്നവർ ഫിഷ് കമ്പനിയിൽ ജോലി ചെയ്ത് നിൽക്കണം, അല്ലാതെ നാട്ടിലോട്ടും സ്കൂളിലോട്ടും വന്ന് എല്ലാവരെയും മണപ്പിക്കലല്ല ചെയ്യേണ്ടത് എന്നും പറഞ്ഞ് ഇപ്പോഴുടെ മുഖത്തോട്ട് ചന്നം പിന്നെ അടിക്കുന്നുണ്ട്. ഇതൊന്നും താങ്ങാനാവാതെ നമ്മൾ ഇപ്പോഴാണെങ്കിൽ ചോര തുപ്പുന്നുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് അവൻ പറയുന്നത്, നിന്നെ ഇങ്ങനെ മണക്കുന്നുണ്ടെങ്കിൽ നിന്റെ അമ്മ എത്ര മണക്കുന്നുണ്ടാവും? ഇത് കേട്ട് നമ്മളെ ഇപ്പോക്ക് അവൻ ഒരടിയെങ്കിലും അടിക്കണം എന്നുള്ളൊരു വാശി വരികയാണ്. പക്ഷെ നമ്മളെ ഇപ്പോഴാണെങ്കിൽ ഇനിയും കുറെ അടി വാങ്ങിച്ചു കൂട്ടണ്ടല്ലോ എന്ന് വിചാരിച്ച് ഒന്നും തന്നെ അവനെ കാട്ടുന്നില്ല. അപ്പൊ അവൻ പറയുന്നുണ്ട്, നിന്റെ അമ്മക്ക് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്, നീയൊക്കെ ഒരു ആണാണോ, നിനക്ക് എന്നെ വന്ന് തിരിച്ച് തല്ലിക്കോ എന്നും പറഞ്ഞ് നമ്മൾ ഇപ്പോയെ ഒന്നുകൂടി ചവിട്ടുന്നു. ആ ഒരു ചവിട്ടുകാരെ നമ്മൾ ഇപ്പോയെ ഒരാൾ വന്ന് പിടിക്കുന്നുണ്ട്. അയാളാണെങ്കിൽ ഇപ്പോഴും പറയുന്നുണ്ട്, നീ ഇവരെ കയ്യിൽ നിന്നാണ് ഇത്ര അടി വാങ്ങിയത്, പക്ഷെ എനിക്ക് ഇവരെ കണ്ടിട്ട് വളരെ വീക്കായിട്ട് തോന്നുന്നുണ്ട്, എന്തായാലും നീ ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുക്ക്, ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അപ്പോഴാണ് അവര് 3 ആളും ചേർന്ന് നമ്മളെ ഇപ്പോയെ രക്ഷിച്ച ആളെ വന്ന് അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നത്. പക്ഷെ അയാളാണെങ്കിലും അവരെ 3 പേര് നല്ല ഈസി ആയിട്ട് തന്നെ നിഷ്പ്രയാസം തോൽപ്പിക്കുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ അയാൾ ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ അവരാണെങ്കിൽ അതിൽ നിന്നും വിട്ടുകൊടുക്കാതെ തിരിച്ച് വീണ്ടും അയാൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി എണീറ്റ് വരുന്ന സമയത്ത് അവരാണെങ്കിൽ അവരുടെ ഷർട്ടിന്റെയും പാന്റിന്റെയും ഒക്കെ ബട്ടൺ ശ്രദ്ധിക്കുന്നത്. ആ ഒരു ബട്ടൺസ് കംപ്ലീറ്റ് ആയിട്ട് അവിടെ ഇല്ലായിരുന്നു. അതാണെങ്കിൽ നമ്മളെ ഇപ്പോഴേ രക്ഷിച്ച ആളുടെ കയ്യിലായിരുന്നു. ഇത് കണ്ടതും അവർ 3 പേരും അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ഇതൊക്കെ കണ്ട് ആ കമ്പയറിൽ നിൽക്കുന്ന നമ്മൾ ഇപ്പോഴാണെങ്കിൽ അയാളോട് പറയുന്നുണ്ട്, നിങ്ങൾ ശരിക്കും അടിപൊളിയാണ്. അത് പറഞ്ഞതിന് ശേഷമാണെങ്കിൽ നമ്മളെ ഇപ്പോഴുടെ ബോധം പോകുന്നുണ്ട്. പിന്നെ കുറെ നേരത്തിന് ശേഷം നമ്മളെ ഇപ്പോൾ കണ്ണു തുറക്കുന്നു. അപ്പോഴാണെങ്കിൽ അവൻ എവിടെയോ കിടക്കുകയായിരുന്നു. അവൻ പെട്ടെന്ന് എണീറ്റിട്ട് അവന്റെ ചുറ്റുഭാഗം നോക്കിയപ്പോൾ കുറെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരെ അവനക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ബേസിക്കലി അതൊരു ബോക്സിംഗ് ജിം ആയിരുന്നു. പക്ഷെ നമ്മുടെ ഇപ്പോക്കാണെങ്കിൽ അത് മനസ്സിലാവുന്നില്ല. അവനാണെങ്കിൽ അവരെല്ലാവരും കണ്ട് ഇങ്ങനെ അമ്പരന്ന് നിൽക്കുകയാണ്. അപ്പോഴാണ് അവന്റെ രക്ഷിച്ച ആള് അവന്റെ തൊട്ടടുത്തേക്ക് വരുന്നത്. അപ്പൊ നമ്മളിപ്പോ അയാളോട് ചോദിക്കുന്നുണ്ട്, ഞാനിപ്പോ എവിടെയാണ്? ഇത് കേട്ട് അവനെ രക്ഷിച്ച ആള് പറയുന്നുണ്ട്, നീ ഇപ്പൊ ഒരു ബോക്സിംഗ് ജിമ്മിലാണുള്ളത്, നിന്റെ മുഖത്ത് ആകെ ഒരുപാട് കാരണം എന്നെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് കൊടുക്കുന്നതാണ്. അപ്പൊ നമ്മളുടെ ഇപ്പോ അവനെ ട്രീറ്റ് ചെയ്ത കാരണം തന്നെ അയാളോട് താങ്ക്സ് പറയുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, എനിക്ക് നിന്റെ താങ്ക്സ് ഒന്നും കേൾക്കണ്ട, എനിക്ക് ഒന്നാമത് വീക്കായിട്ടുള്ള ആൾക്കാരെ ബുള്ളി ചെയ്യുന്ന ആൾക്കാരെ തീരെ ഇഷ്ടമല്ല. പക്ഷെ അതിനേക്കാളും കൂടുതൽ എനിക്ക് ഇഷ്ടമല്ലാത്തത് ഞാൻ ബുള്ളി ചെയ്യപ്പെടുകയാണ് എന്നറിഞ്ഞിട്ട് പോലും തിരിച്ച് തല്ലാത്തവരെയാണ്. അപ്പോൾ അവനാണെങ്കിൽ നേരത്തെ അവനെ ബുള്ളി ചെയ്ത ആളില്ലേ, അവനാണെങ്കിൽ അവൻ്റെ അമ്മയെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ ഓർക്കാണ്. എന്നിട്ട് നമ്മളെ ഇപ്പോൾ വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അയാളാണെങ്കിൽ നമ്മളെ ഇപ്പോനെ നേരത്തെ ബുള്ളി ചെയ്ത ആളില്ലേ, അയാളുടെ മുഖം ഒരു പേപ്പറിൽ വരച്ചിട്ട് ആ ഒരു പേപ്പർ ആണെങ്കിൽ പഞ്ചിങ് ബാഗിന്റെ മേലെ ഒട്ടിച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളെ ഇപ്പോയോട് അവൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് ഒരു പഞ്ച് ചെയ്യാൻ പറയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോഴാണെങ്കിൽ നോർമൽ ഒരു സാധാരണ ഒരു വീക്കായാലും ഒരു
പഞ്ച് ചെയ്യാണ്. അപ്പൊ അയാളാണെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെയൊന്നല്ല പഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞവനോട് നല്ല അവന്റെ ഫുൾ സ്ട്രെങ്ത് എടുത്ത് പഞ്ച് ചെയ്യാൻ പറയാണ്. അപ്പൊ നമ്മൾ ഇപ്പോഴാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ടുള്ള ഒരു പഞ്ച് ചെയ്യാണ്. ആ ഒരു പഞ്ച് ഏറ്റ ഒരു പേപ്പർ, അതായത് ഇപ്പോനെ പുള്ളി ചെയ്തവന്റെ മുഖമുള്ള പേപ്പർ, അതാണെങ്കിൽ ഒന്ന് നൈസായിട്ട് ചുളുങ്ങി പോകുന്നുണ്ട്. ശേഷം അയാളാണെങ്കിൽ നമ്മൾ ഇപ്പോഴോട് പറയുന്നുണ്ട്, നീ എപ്പോ പഞ്ച് ചെയ്യുമ്പോഴും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യം നീ നിന്റെ കാലെടുത്ത് മുന്നിലോട്ട് വെക്കുക, പിന്നെ നിന്റെ ഹിപ്സ് നീ പഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡയറക്ഷനിലോട്ട് റൊട്ടേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിന്റെ ഷോൾഡറും ഒന്ന് കെയർഫുൾ ആയിട്ട് ഫോക്കസ് ചെയ്യണം. സോ നമ്മൾ എപ്പോഴാണെങ്കിൽ അയാൾ പറഞ്ഞ പോലെ ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ട്. ആദ്യം മുന്നിലോട്ടൊന്ന് കാലെടുത്ത് വെക്കുക, പിന്നെ പഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡയറക്ഷനിലോട്ട് ഹിപ്സ് റൊട്ടേറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഇപ്പോഴാണെങ്കിൽ അവൻ്റെ ഷോൾഡർ ഉള്ളിലോട്ട് ട്വിസ്റ്റ് ചെയ്തതിനു ശേഷം നല്ലൊരു കിടിലം പഞ്ച് ആ ഒരു പഞ്ച് ബാഗിന്, അതായത് ആ ഒരു പേപ്പറിന് നേരക്ക് ഒരു കിടിലം പഞ്ച് തന്നെ കൊടുക്കുകയാണ്. കിടിലം പഞ്ച് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഫുൾ സ്ട്രെങ്ത് യൂസ് ചെയ്തിട്ടുള്ള ഒരു പഞ്ചാണ് ആ ഒരു പഞ്ച് ബാഗിന് ഏറ്റത്. ആ ഒരു പഞ്ച് ഏറ്റത് നമ്മളെ പഞ്ച് ബാഗ് ആണെങ്കിൽ ദൂരത്തേക്ക് പോകുന്നുണ്ട്. സോ ഈ ഒരു പഞ്ചിലിട്ട് നമ്മളെ മാസ്റ്റർ ആണെങ്കിൽ, അതായത് നമ്മൾ ഇപ്പോൾ രക്ഷിച്ച ആളാണെങ്കിൽ ആകെ അമ്പരന്ന് പോവുകയാണ്. അങ്ങനെ നമ്മൾ ഇപ്പോൾ ആ ഒരു പഞ്ച് ചെയ്തതിനു ശേഷം പെട്ടെന്ന് തന്നെ തിരിഞ്ഞിട്ട് ഞാനത് ചെയ്തു, ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ ആ ഒരു പഞ്ച് ചെയ്തു എന്ന് നമ്മുടെ മാസ്റ്റർ അടുത്ത് പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴാണ് ആ മാസ്റ്ററുടെ മുഖത്തോട് ഒരു ചോരത്തുള്ളി ധരിക്കുന്നത്. മാസ്റ്റർ വേഗം തന്നെ ഇപ്പോഴുടെ അടുത്തേക്ക് വന്നിട്ട് അവന്റെ കൈ ഒന്ന് നോക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവും നമ്മൾ ഇപ്പോഴുടെ കൈ ആണെങ്കിൽ അവൻ പഞ്ച് ചെയ്ത ഭാഗം ക്ലിയർ ആയിട്ട് ഫുള്ള് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് അവൻ പഞ്ച് ചെയ്ത ഭാഗത്ത് സ്കിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അത് കാരണം തന്നെ മാസ്റ്റർ ആണെങ്കിൽ അവൾ ഇപ്പോഴും പിടിച്ചിട്ട് പെട്ടെന്ന് തന്നെ മെഡിക്കൽ റൂമിലോട്ട് കൊണ്ടുപോവാണ്. എന്നിട്ട് അവനെ ഫസ്റ്റ് എയ്ഡ് ഒക്കെ യൂസ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന കുറെ ബാൻഡേഡ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇപ്പോഴുടെ മുറിവൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളെ മാസ്റ്റർ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഇപ്പോഴുടെ ബോഡി എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലൊരു ബോഡി തന്നെയാണ് അവനുള്ളത്. ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ ഇപ്പോക്ക് അത്യാവശ്യം നല്ല മസിൽസ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളെ മാസ്റ്റർ ആണെങ്കിൽ ഇപ്പോഴത്തെ ചോദിക്കുന്നുണ്ട്, നിനക്ക് അത്യാവശ്യം നല്ലൊരു ബോഡി ഉണ്ടല്ലോ, നീ ഏതെങ്കിലും സ്പോർട്സ് വല്ലതും കളിക്കുന്നുണ്ടോ? അപ്പോൾ ഇപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെയൊന്നും നല്ല ബോഡി കിട്ടിയത്, ഞാൻ എൻ്റെ ഫാമിലി ഒരു ഫിഷ് ബേസ്ഡ് ബിസിനസ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ എനിക്ക് ഒരു തരത്തിലുള്ള സ്പോർട്സ് കളിക്കാനൊന്നും ടൈം കിട്ടാറില്ല. എന്തായാലും നിനക്കിപ്പോൾ നല്ലൊരു ബോഡി ഇല്ലേ, ഒരാൾക്ക് പോലും നിന്റെ ഒരു മോൺസ്റ്റേഴ്സ് ആയിട്ടുള്ള പഞ്ച് ബ്ലോക്ക് ചെയ്യാനൊന്നും സാധിക്കില്ല. അത് കാരണം ഇനി നിന്നെ പുള്ളി ചെയ്യാൻ വരുന്ന ആൾക്കാരൊക്കെ നിനക്ക് ആ ഒരു പഞ്ച് യൂസ് ചെയ്തിട്ട് ഡിഫീറ്റ് ചെയ്തൂടെ? അതൊന്നും നടക്കില്ല, എനിക്ക് അതിനൊക്കെ ഇപ്പോഴും നല്ല പേടിയാണ്. പിന്നെ ഞാൻ അവരായിട്ട് ഫൈറ്റ് ചെയ്യണമെങ്കിൽ എന്തായാലും ഞാൻ തന്നെ ആയിരിക്കും ഡിഫീറ്റ് ചെയ്യപ്പെടുക എന്നൊക്കെ നമ്മളിപ്പോൾ ആത്മവിശ്വാസം ഇല്ലാതെ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ മാസ്റ്റർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലല്ലോ, ട്രൈ നോക്കാത്തത് നിനക്ക് ഒന്നും തന്നെ പറയാൻ പറ്റില്ല, അത് നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ ഇതുവരെ ഒരു ഫിസ്റ്റ് ഫൈറ്റിലും ഏർപ്പെട്ടിട്ടില്ല, പിന്നെ ഞാൻ എല്ലാവരുടെയും ബുള്ളി ചെയ്യപ്പെടുന്ന ആളാണ്, ഞാൻ അങ്ങനെയാണ്, എൻ്റെ സ്വഭാവം അങ്ങനെയാണ്. നിനക്ക് എല്ലാ കാലവും നിന്റെ സ്വഭാവം അങ്ങനെ ഇരിക്കുന്നതാണോ ഇഷ്ടം? നീ നിന്റെ ഇപ്പോഴത്തെ സ്വഭാവം കൊണ്ട് ഓക്കെ ആണോ? അല്ല, ഞാൻ ഓക്കെ അല്ല, എൻ്റെ ഇപ്പോഴത്തെ സ്വഭാവം കൊണ്ട് ഞാൻ ഒരിക്കലും ഓക്കെ അല്ല, എനിക്കത് എത്രയും പെട്ടെന്ന് തന്നെ മാറ്റണം. അപ്പോഴാണ് നമ്മൾ ഇപ്പോഴത്തെ മാസ്റ്റർ, എനിക്ക് ജോഗിങ്ങിന് പോകാനുള്ള ടൈമായി, ഞാൻ എന്തായാലും ഇപ്പൊ പോവാണ് എന്ന് പറയും. മാസ്റ്റർ പ്രാക്ടീസിന് പോകാൻ നിൽക്കുകയാണ്. പക്ഷെ അപ്പോഴാണ് പോകുന്നതിന് മുന്നായിട്ട് നമ്മൾ മാസ്റ്റർ നമ്മൾ ഇപ്പോഴേക്ക് ഒരു CD, അതായത് ഒരു ഡിസ്ക്, ഈ ടിവിയിലൊക്കെ പ്ലേ ചെയ്യുന്ന ഒരു CD പോലത്തെ സാധനം കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ ഇപ്പോഴാണെങ്കിൽ അവന്റെ വീട്ടിലോട്ട് വരുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ അവന്റെ അമ്മ കുറച്ച് കസ്റ്റമേഴ്സിനായിട്ട് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴെ കണ്ടപ്പോഴേക്കും അവന്റെ അമ്മ ചോദിക്കുന്നുണ്ട്, നിന്റെ മുഖത്ത് നിന്നാണ് കുറെ മുറിപ്പാടുകളുള്ളത്, നീ വീണ്ടും പുള്ളി ചെയ്യപ്പെട്ടോ? അപ്പോൾ ഇപ്പൊ പറയുന്നുണ്ട്, അതൊന്നുമല്ല അമ്മേ, ഞാൻ ഇപ്പൊ തന്നെ നിങ്ങളെ വന്ന് ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ നൈസായിട്ട് ടോപ്പിക് മാറ്റുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ അവന്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നിട്ട് അവിടേക്ക് വന്ന കസ്റ്റമേഴ്സിന്റെ ബാഗൊക്കെ, അതായത് ലഗേജ് ഒക്കെ അവൻ ഒറ്റയ്ക്ക് തന്നെ ബോട്ടിലോട്ട് എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവന്റെ അമ്മ അവനോട് വന്നിട്ട് പറയുന്നത്, നീ എന്നെ ഹെൽപ്പ് ചെയ്തിട്ട് നിന്റെ ടൈം കളയണ്ട, ഈ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ നീ ഹാപ്പി ആയിട്ടിരിക്കേണ്ട, നിന്റെ ഫ്രണ്ട്സിനായിട്ടൊക്കെ കളിച്ച് നടക്കേണ്ട ഒരു പ്രായമാണ്, നിനക്ക് ഈ ഒരു അവസ്ഥ വരിപ്പിച്ചത് എന്റെ തെറ്റാണ്, അത് കാരണം നീ എന്നോട് ക്ഷമിക്കണം. ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന നമ്മളെ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്, ശരിക്കും ഞാനാണ് നിങ്ങളോട് ക്ഷമ ചോദിക്കേണ്ടത് അമ്മേ. അവൻ അമ്മയെ പറ്റി മോശപ്പെട്ട കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അവനെ എതിർക്കേണ്ടതായിരുന്നു, ഞാൻ അത്രമാത്രം ഒട്ടും സ്ട്രോങ് അല്ല, എനിക്ക് എന്തായാലും സ്ട്രോങ് ആയി മാറണം. ശേഷം കാണിക്കും നമ്മൾ ഇപ്പോഴാണെങ്കിൽ അവൻ്റെ മാസ്റ്റർ താഴെ CD പോലത്തെ സാധനം ഒരു ടിവിയിലിട്ട് പ്ലേ ചെയ്യുന്നതാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ബോക്സിംഗ് മാച്ച് ഒക്കെ ഉൾപ്പെടുന്ന ഒരു മൂവി പോലത്തെ സാധനമായിരുന്നു. ആ ഒരു വീഡിയോ ആണെങ്കിൽ നമ്മളെ ഇപ്പോൾ നന്നായിട്ട് തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, അവനെ ആ ഒരു വീഡിയോ ആണെങ്കിൽ നന്നായിട്ട് തന്നെ സ്വാധീനിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ക്ലിപ്പ് കണ്ടു കഴിയുമ്പോൾ തന്നെ നമ്മളെ ഇപ്പോൾ തീരുമാനിക്കുകയാണ്, എനിക്ക് എന്തായാലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സണായി മാറണം, അതുമാത്രമല്ല എനിക്ക് എന്തായാലും ഒരു ബോക്സറായി മാറണം. ശേഷം കാണിക്കും നമ്മൾ ഇപ്പോഴുടെ മാസ്റ്ററെയാണ്. അയാളിങ്ങനെ ജോഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് നമ്മൾ ഇപ്പോൾ വന്നിട്ട്, മാസ്റ്റർ എനിക്കൊരു ബോക്സറായി മാറണം, അതുമാത്രമല്ല എനിക്കൊരു പുതിയ മനുഷ്യനായി മാറണം, മാസ്റ്റർ ടക്കാമറ നിങ്ങൾ എന്തായാലും എൻ്റെ ഒരു മാസ്റ്ററായി മാറണം, പ്ലീസ് നിങ്ങൾ എന്നെ എന്തായാലും ഒന്ന് ട്രെയിൻ ചെയ്യണം. അപ്പോഴാണ് മാസ്റ്റർ ചോദിക്കുന്നത്, നിനക്കാരാടാ എൻ്റെ പേര് പറഞ്ഞത്? അപ്പോൾ നമ്മൾ ഇപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ പേര് ഒരു ബുക്കിൽ നിന്ന് കിട്ടിയതാണ്, നിങ്ങളുടെ പേര് ഒരു ബുക്കിലൊക്കെ ഉണ്ടല്ലേ, നിങ്ങൾ ശരിക്കും അടിപൊളിയാണ് കേട്ടോ, നിങ്ങൾക്ക് മാത്രമാണ് എൻ്റെ ഒരു മാസ്റ്ററായി നിൽക്കാൻ അർഹത ഉള്ളവൻ, അത് കാരണം പ്ലീസ് മാസ്റ്റർ ടക്കാമറ നിങ്ങൾ എന്നെ ഒരു പ്രൊഫഷണൽ ബോക്സറാക്കാൻ വേണ്ടി ട്രെയിൻ ചെയ്യണം. എന്ത് പ്രൊഫഷണൽ ബോക്സറോ? ഈ ഒരു ബോക്സിംഗ് എന്ന് പറഞ്ഞ സാധനം ഒരിക്കലും കുട്ടികളിയല്ല, നിന്റെ ഒരു നേരത്തിന് കിട്ടുന്ന മോട്ടിവേഷൻ കൊണ്ടല്ല നീ ബോക്സർ ആവാൻ തീരുമാനിക്കേണ്ടത്. അപ്പൊ ഇപ്പൊ പറയുന്നുണ്ട്, ഇത് ഒരു നേരത്തിന് കിട്ടുന്ന മോട്ടിവേഷൻ കൊണ്ടല്ല, ഞാൻ കുറെ നേരം ഇരുത്തി ആലോചിച്ചിട്ട് തന്നെയാണ് ഈ ഒരു തീരുമാനം എടുത്തത്. പിന്നെ നമ്മൾ കാണുന്നത് നമ്മളെ മാസ്റ്ററും പിന്നെ നമ്മൾ ഇപ്പോഴും ഒരു നല്ലൊരു മരത്തിന്റെ അടി നിൽക്കുന്നതാണ്. അപ്പോഴാണ് മാസ്റ്റർ മരത്തിന്റെ മേലേക്ക് ജസ്റ്റ് ചവിട്ടുന്നത്. എന്നിട്ട് മാസ്റ്റർ ആണെങ്കിൽ മാസ്റ്ററിന്റെ സ്റ്റാൻസിൽ എന്നതിന് ആ ഒരു മരത്തിന്റെ മുകളിൽ നിന്ന് താഴത്തോട്ട് വീഴുന്ന ഇലകൾ നല്ല സ്പീഡിൽ തന്നെ കയ്യിൽ പിടിക്കുകയാണ്. ശേഷം രണ്ട് കയ്യിലും ഈക്വൽ എമൗണ്ട് ആയിട്ടുള്ള ഇലകൾ പിടിക്കുകയാണ്. എന്നിട്ട് മാസ്റ്റർ നമ്മൾ ഇപ്പോഴത്തെ പറയുന്നുണ്ട്, നിനക്ക് ബോക്സിംഗ് പഠിക്കണമെങ്കിൽ
നീ ആദ്യം ഇതേപോലെ ഒന്ന് ചെയ്ത് കാണിക്ക്. മാസ്റ്ററിന്റെ ഈ ഒരു വാക്കുകൾ കേട്ട് ഞെട്ടി നിൽക്കുന്ന നമ്മൾ ഇപ്പോഴേ കാണിച്ചുകൊണ്ടാണ് ഹജിമേ നോ ഇപ്പോ എന്ന് പറയുന്ന ആനിമി സീരീസിന്റെ ഒന്നാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ ഗൈസ്, ഈ ഒരു ആനിമിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. പിന്നെ നമ്മളുടെ എക്സ്പ്ലനേഷനിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടി കമന്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. അതുവരേക്കും ബൈ.